ഇന്ന് ശ്രീഭാഗ്യയുടെ സ്കൂളിൽ ആനുവൽ ഡേ ആയിരുന്നു. അപ്പോഴത്തേക്കും ഞങ്ങൾ 3 പേരും കൂടെ രാവിലെ തന്നെ ഒരു ഹോളിൽ വെച്ചിട്ടായിരുന്നു ആനുവൽ ഡേ, മുത്തിയമ്മ ഹോളിൽ വെച്ചിട്ടായിരുന്നു ആനുവൽ ഡേ നടന്നത്. അപ്പോഴത്തേക്ക് ഞങ്ങളൊരു 10:30 ആയപ്പോൾ എത്തി. ആ ഒരു 10:15 ടൈം പറഞ്ഞത്. 10:15 കറക്റ്റായിട്ട് തുടങ്ങിയെന്ന് തോന്നുന്നു. പക്ഷേ എല്ലാവരും അന്ന് തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ. സീറ്റൊക്കെ കാലിയായിട്ട് കിടക്കുകയായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാം ഫില്ലായി. അപ്പം ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് ഫസ്റ്റ് ഇൻട്രൊഡക്ഷനൊക്കെ നമ്മൾ സ്കൂളിൽ നടത്തിയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെയുള്ള ഇൻട്രൊഡക്ഷൻസൊക്കെ ആയിരുന്നു നടന്നിരുന്നത്. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഇവരുടെ HM ഇത്തവണ റിട്ടയർഡായി പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള മൊമെൻറ്റോ കൊടുപ്പും പിള്ളേരുടെ വക ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ടീച്ചേഴ്സിൻ്റെ വക പാട്ടും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പ്രൈസ് ഡിസ്ട്രിബ്യൂഷനായിരുന്നു. അപ്പോൾ ശ്രീഭാഗ്യയ്ക്കൊരു ഒരു മൊമെൻറ്റോയും പിന്നെ ഒരു ക്യാഷ് പ്രൈസും ഉണ്ടായിരുന്നേ. അത് കിട്ടിയപ്പോൾ തൊട്ട് ശ്രീനിധി ചോദിക്കുന്നുണ്ട് എനിക്ക് തരുമെന്ന്. പക്ഷേ അവൾ പറഞ്ഞു വേണേലും ഒരു 50 രൂപ തരാം, അതിൽ കൂടുതലൊന്നും തരാൻ പറ്റില്ല എന്നൊക്കെ അവൾ പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഉച്ച കഴിഞ്ഞിട്ടാണ് കലാപരിപാടികളൊക്കെ തുടങ്ങിയത്. ഡാൻസും പാട്ടും സ്കിറ്റും ഒക്കെ ഉണ്ടായിരുന്നേ. ഒരു 1:15 കൂടിയൊക്കെയാണ് ഡാൻസൊക്കെ തുടങ്ങിയത്. പിള്ളേരൊക്കെ അങ്ങ് നല്ലോണം എൻജോയ് ചെയ്ത് കളിക്കുന്നുണ്ടായിരുന്നേ. ചില പിള്ളേരൊക്കെ ആണെങ്കിൽ ബാക്കി പിള്ളേർ കളിക്കുന്നുണ്ടോ ഇല്ലയോ അതെനിക്ക് യാതൊരു വിഷയമില്ല. എനിക്കറിയാവുന്നുള്ള സ്റ്റെപ്പ് അല്ലെങ്കിൽ ഞാൻ എന്താണോ പഠിച്ചത് അല്ലെങ്കിൽ എനിക്ക് തോന്നണത് ഞാൻ കളിക്കും. അങ്ങ് ആസ്വദിച്ച് അവരങ്ങ് കളിച്ചു കേട്ടോ. അതൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നേ. ബാക്കിയുള്ളവർ കളിക്കുന്നതോ അല്ലെങ്കിൽ അവർ വേറെ സ്റ്റെപ്പാണോ കളിക്കുന്നത് അതൊന്നും അവർക്കൊരു ചിന്തയുമില്ല. അവരങ്ങ് കളിക്കുകയാണ്. പക്ഷെ അതൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. കുഞ്ഞു പിള്ളേരല്ലേ, അവരെന്ത് കാണിച്ചിരുന്നാലും നല്ല രസമല്ലേ. പിന്നെ ടീച്ചേഴ്സ് പഠിപ്പിച്ചു കൊടുത്ത, അതായത് ഡാൻസ് ടീച്ചറുണ്ടായിരുന്നു, പാട്ട് ടീച്ചറുണ്ടായിരുന്നു. അങ്ങനെ 2 ടീച്ചേഴ്സ് പഠിപ്പിച്ചു കൊടുത്ത പാട്ടും പിന്നെ ഇഷ്ടംപോലെ ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ വേറൊരു പ്രത്യേകത എനിക്ക് തോന്നിയത്, ഇപ്പം ഡാൻസും പാട്ടും പഠിക്കാത്ത പിള്ളേരുണ്ടല്ലോ, അങ്ങനത്തെ കുട്ടികളെ ഇവിടുത്തെ ഈ സ്കൂളിൽ തന്നെ ടീച്ചേഴ്സ് ഡാൻസോ പാട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പഠിപ്പിച്ച്, അതായത് ആ സ്കൂളിലുള്ള എല്ലാ പേരെയും സ്റ്റേജിൽ കയറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെനിക്ക് നല്ലൊരു ഇതായിട്ട് എനിക്ക് തോന്നി. അങ്ങനെയാണ് വേണ്ടത്. എല്ലാ പിള്ളേർക്കും സ്റ്റേജിൽ കയറാനുള്ള അവസരം സ്കൂളുകാർ ഒരുക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനെനിക്ക് നല്ല പ്രൗഡുണ്ടായിരുന്നു. പിന്നെ ഒരു സ്കിറ്റ് ഉണ്ടായിരുന്നേ.